ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത്, അയ്യപ്പ സംഗമം, സ്ത്രീ പ്രവേശനം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് മുന്നണിക്കാണ് അവയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുക? തിരഞ്ഞെടുപ്പിനെ ബാധിക്കും, ഒപ്പം UDF-ന് ഗുണം ചെയ്യും എന്നാണെങ്കിൽ ഒന്നമർത്തുക. തിരഞ്ഞെടുപ്പിനെ ബാധിക്കും, ഒപ്പം NDA-ക്ക് ഗുണം ചെയ്യും എന്നാണെങ്കിൽ രണ്ടമർത്തുക. തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി എന്ന് നിങ്ങൾ കരുതുന്നു? കേന്ദ്ര സർക്കാർ എന്നാണെങ്കിൽ ഒന്നമർത്തുക. കേരള സംസ്ഥാന സർക്കാർ എന്നാണെങ്കിൽ രണ്ടമർത്തുക. കേന്ദ്ര ഒപ്പം കേരള സർക്കാരുകൾ രണ്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് പാർട്ടിക്ക് അല്ലെങ്കിൽ സഖ്യത്തിനാണ് വോട്ട് ചെയ്തത്? LDF എന്നാണെങ്കിൽ ഒന്നമർത്തുക. UDF എന്നാണെങ്കിൽ രണ്ടമർത്തുക. NDA കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? വിഴിഞ്ഞം പദ്ധതി എന്നാണെങ്കിൽ ഒന്നമർത്തുക. ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണെങ്കിൽ രണ്ടമർത്തുക. ലൈഫ് മിഷൻ എന്നാണെങ്കിൽ മൂന്നമർത്തുക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നാണെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം എന്താണ്? അഴിമതി എന്നാണെങ്കിൽ ഒന്നമർത്തുക. സ്വജനപക്ഷപാതം എന്നാണെങ്കിൽ രണ്ടമർത്തുക. സാമ്പത്തിക പ്രതിസന്ധി എന്നാണെങ്കിൽ മൂന്നമർത്തുക. ശബരിമല സ്വർണ്ണക്കടത്ത് എന്നാണെങ്കിൽ നാലമർത്തുക. ആരോഗ്യ മേഖലയിലെ പരാജയങ്ങൾ എന്നാണെങ്കിൽ അഞ്ചമർത്തുക. സർവകലാശാലകളിലോ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലോ പിൻവാതിൽ നിയമനങ്ങൾ തുടങ്ങിയവ എന്നാണെങ്കിൽ ആറമർത്തുക. ക്രമസമാധാന പാലനവും ഹൈ പ്രൊഫൈൽ അന്വേഷണങ്ങളും കൈകാര്യം ചെയ്യുന്നത് പോലുള്ള ആഭ്യന്തര വകുപ്പിനെതിരായ പരാതികൾ എന്നാണെങ്കിൽ ഏഴമർത്തുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നാണെങ്കിൽ എട്ടമർത്തുക. തൊഴിലില്ലായ്മ അല്ലെങ്കിൽ യുവജന കുടിയേറ്റം എന്നാണെങ്കിൽ 9. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്? BJP എന്നാണെങ്കിൽ ഒന്നമർത്തുക. LDF എന്നാണെങ്കിൽ രണ്ടമർത്തുക. UDF എന്നാണെങ്കിൽ മൂന്നമർത്തുക. മറ്റുള്ളവ അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നാണെങ്കിൽ എട്ടമർത്തുക. വോട്ട് ചെയ്തില്ല എന്നാണെങ്കിൽ 9 അമർത്തുക. പറയാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ സാമുദായിക വിഭാഗം ഏതാണ്? SC അതായത് പട്ടികജാതി അല്ലെങ്കിൽ ദളിതർ എന്നാണെങ്കിൽ ഒന്നമർത്തുക. ST അതായത് പട്ടികവർഗം എന്നാണെങ്കിൽ രണ്ടമർത്തുക. OBC അതായത് മറ്റുള്ള 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഘടകം ഇവയിൽ ഏതാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പോലുള്ള വികസന ഒപ്പം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നാണെങ്കിൽ ഒന്നമർത്തുക. ലൈഫ് മിഷൻ പോലുള്ള ക്ഷേമ നയങ്ങൾ എന്നാണെങ്കിൽ രണ്ടമർത്തുക. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദം പോലുള്ള അഴിമതി ആരോപണങ്ങൾ ഒപ്പം ഭരണ വിവാദങ്ങൾ എന്നാണെങ്കിൽ മൂന്നമർത്തുക. തൊഴിലില്ലായ്മ ഒപ്പം യുവാക്കളുടെ കുടിയേറ്റം എന്നാണെങ്കിൽ നാലമർത്തുക. വിലക്കയറ്റം എന്നാണെങ്കിൽ അഞ്ചമർത്തുക. സംസ്ഥാന കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ നല്ലത് എന്നാണെങ്കിൽ ഒന്നമർത്തുക. നല്ലത് എന്നാണെങ്കിൽ രണ്ടമർത്തുക. ശരാശരി എന്നാണെങ്കിൽ മൂന്നമർത്തുക. മോശം എന്നാണെങ്കിൽ നാലമർത്തുക. വളരെ മോശം നിങ്ങളുടെ അഭിപ്രായത്തിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മികച്ചത്? LDF എന്നാണെങ്കിൽ ഒന്നമർത്തുക. UDF എന്നാണെങ്കിൽ രണ്ടമർത്തുക. NDA എന്നാണെങ്കിൽ മൂന്നമർത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മികച്ചത്? LDF എന്നാണെങ്കിൽ ഒന്നമർത്തുക. UDF നിങ്ങളുടെ ലിംഗഭേദം പുരുഷൻ എന്നാണെങ്കിൽ ഒന്നമർത്തുക. സ്ത്രീ എന്നാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 25 വയസ്സിന് താഴെ എന്നാണെങ്കിൽ ഇന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ നിങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യും? BJP എന്നാണെങ്കിൽ ഒന്നമർത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ അഴിമതി തടയുന്നതിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മികച്ചത്? LDF എന്നാണെങ്കിൽ ഒന്നമർത്തുക. UDF എന്നാണെങ്കിൽ രണ്ടമർത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിനെ നിലനിർത്തുന്നതിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മികച്ചത്? LDF എന്നാണെങ്കിൽ ഒന്നമർത്തുക. UDF നിങ്ങളുടെ അഭിപ്രായത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മികച്ചത്? LDF എന്നാണെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പരിഗണിക്കുന്ന പ്രധാന വിഷയം എന്താണ്? എന്റെ പ്രിയപ്പെട്ട പ്രാദേശിക സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ എന്നാണെങ്കിൽ ഒന്നമർത്തുക. എന്റെ പ്രിയപ്പെട്ട പാർട്ടിയെ പിന്തുണയ്ക്കാൻ എന്നാണെങ്കിൽ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് ഏത് മുന്നണിക്കാണ്? LDF എന്നാണെങ്കിൽ ഒന്നമർത്തുക. UDF നിങ്ങളുടെ പ്രാദേശിക MLA-യുടെ ലഭ്യതയെക്കുറിച്ച് 1 മുതൽ 9 വരെയുള്ള സ്കെയിലിൽ ഒരു നമ്പർ റേറ്റിംഗ് നൽകുക. ഇവിടെ 1 എന്നാൽ വളരെ മോശം. നിങ്ങളുടെ പ്രാദേശിക MLA-യുടെ ക്ലീൻ ഇമേജിനെ കുറിച്ച് 1 മുതൽ 9 വരെയുള്ള സ്കെയിലിൽ ഒരു നമ്പർ. നിങ്ങളുടെ പ്രാദേശിക MLA-യുടെ പ്രവർത്തനത്തിലെ കാര്യക്ഷമതയെ കുറിച്ച് 1 മുതൽ നിങ്ങളുടെ പ്രദേശത്തെ MLA-യുടെ പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുത്ത നിങ്ങളുടെ നിലവിലെ സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? ഒപ്പം അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദേഷ്യമുണ്ട്, പക്ഷേ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ ഒന്നമർത്തുക.
കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആരാണ്? ശശി തരൂർ കോൺഗ്രസ് എന്നാണെങ്കിൽ ഒന്നമർത്തുക, പിണറായി വിജയൻ CPIM എന്നാണെങ്കിൽ രണ്ടമർത്തുക, വി മുരളീധരൻ BJP എന്നാണെങ്കിൽ മൂന്നമർത്തുക, KK ശൈലജ CPIM എന്നാണ്. നന്ദി.